നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് KRS ബാംഗ്ലൂർ സ്റ്റേഷൻ്റെ കവാടത്തിൻ്റെ മുന്നിലാണ്. നമുക്കറിയാം ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മെട്രോ സ്റ്റേഷൻ കൂടിയുണ്ട്. അതായത് ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ, നന്ദപ്രഭു, കെമ്പേഗൗഡ, മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ ഇവിടെയുണ്ട്. നമ്മൾ അറിയേണ്ടത് കർണാടകയിൽ 28 ലോക്സഭാ സീറ്റുകൾ. ആ 28 ലോക്സഭാ സീറ്റുകൾ എങ്ങനെ വിധി എഴുതുന്നു എന്നുള്ളതാണ്. ഈ 28 സീറ്റുകളിൽ JDSും BJPയും ചേർന്നാണ് സഖ്യത്തിൽ NDAയ്ക്കുള്ളതെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. 28 കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ ഒരു അസംബ്ലി ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഇവിടെ ഒരു 15 സീറ്റ് വരെ ലഭിക്കാവുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയെ 65 സീറ്റുകളിലേക്ക് ഒതുക്കുകയും അതുപോലെ തന്നെ JDS, അതായത് ജനതാദൾ സെക്യുലറിന് ഇവിടെ സീറ്റുകൾ നന്നേ കുറവായിരുന്നു. അതായത് വെറും 15 സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4 സീറ്റുകളാണ് ബാംഗ്ലൂർ തലസ്ഥാനമായിട്ടുള്ളത്. അതായത് തലസ്ഥാന നഗരിയിലുള്ള ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ഇക്കുറി തേജസ്വി സൂര്യ മത്സരിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ബാംഗ്ലൂർ അർബനിൽ നമുക്കറിയാം ആകെ കോൺഗ്രസ്സിന് കിട്ടിയ ഒരേ ഒരു സീറ്റ് ബാംഗ്ലൂർ അർബനിൽ DK ശിവകുമാറിൻ്റെ അനിയനായിട്ടുള്ള DK സുരേഷ് വിജയിച്ചതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കർണാടകയുടെ മണ്ണിൽ ഇത്തവണ 28 എത്ര സീറ്റുകൾ കോൺഗ്രസ് നേടും എന്നതുപോലെ ഇരിക്കും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് എത്രത്തോളം പിടിമുറുക്കുന്നു എന്നുള്ളത്. എന്തായാലും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് കർണാടകയുടെ വിധിയെഴുത്ത് തന്നെയായിരിക്കും. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കർണാടകയാണ്. നമുക്കറിയാം കർണാടകത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളാണ് ലഭിച്ചത്. അപ്പോഴും BJPക്ക് 17 സീറ്റുകൾ കിട്ടി 2014. BJP ഇക്കുറി കഴിഞ്ഞ തവണത്തെ അസംബ്ലി ട്രെൻഡ് പോലെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വേറെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏകദേശം 40% വോട്ട് ഷെയർ ഉണ്ട് കർണാടകയിൽ. എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം 37% മാത്രമേ കിട്ടിയുള്ളൂ. അതായത് 3%, വളരെ ചുരുക്കം വോട്ടുകളുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്കുറി എങ്ങനെയായിരിക്കും രാഷ്ട്രീയപരമായി കർണാടക ചിന്തിക്കുന്നതെന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആവേശമുണ്ട്. കുമാരസ്വാമിയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ അവസാനിക്കാനുള്ള സാധ്യത കോൺഗ്രസ് ആയിട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതായത് കുമാരസ്വാമിയുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുമാരസ്വാമിയുടെ പാർട്ടിയിലെ MLAമാരിൽ പലരും BJPയിലേക്ക് പോകാൻ വേണ്ടി ഒരു വലിയ രീതിയിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കുമാരസ്വാമി മത്സരിക്കുന്നത് ഇക്കുറി രാഷ്ട്രീയപരമായി തുംകുരു BJPക്ക് തന്നെ കൊടുത്തിട്ട് കുമാരസ്വാമിയും കൂടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. നമുക്കറിയാം തുംകുരുവിൽ കഴിഞ്ഞ തവണ കുമാരസ്വാമിയുടെ പിതാവായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദേവഗൗഡ വരെ പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഹസൻ സീറ്റിൽ മാത്രമാണ് അവിടെ കുമാരസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരനായ രേവണ്ണയുടെ മകൻ വിജയിച്ചത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. നിഖിൽ കുമാരസ്വാമി പോലും പരാജിതനായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കുടുംബാധിപത്യം വലിയ രീതിയിലുള്ളൊരു പാർട്ടിയാണ് ജനതാദൾ സെക്യുലർ. എന്നിട്ട് പോലും JDSന് ആധിപത്യമൊന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്.